നിന്നെ ചവിട്ടിത്തേച്ച, എതിർത്ത, പുച്ഛിച്ച, പരസ്യമായി കളിയാക്കിയ, നിന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, ഒരു ഭാഷയിലല്ല, രണ്ട് ഭാഷയിലല്ല, വിവിധ ഭാഷക്കാരുടെ നടുവിൽ ദൈവം നിന്നെ പരസ്യമായി മാനിക്കും. യോഹന്നാൻ 19:19 വായിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി, എന്നിട്ട് അത് ക്രൂശിന്റെ മേളിൽ പതിപ്പിച്ചു. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അതിനകത്ത് എഴുതി. ജീസസ് ഓഫ് നസ്രയത്ത്, ദ കിങ് ഓഫ് ദ ജ്യൂസ്. ഉടനെ എന്നാ അവിടെ സംഭവിച്ചെന്നറിയോ? 20ാമത്തെ വാക്യത്തിൽ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതി വെച്ചു. ഒരു സമൂഹം, പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള സമൂഹം വന്ന് പറയുകയാണ്, എന്റെ പൊന്നു സാറേ, ഈ ക്രൂശിന്റെ മേളിൽ ഈസ് എ കിങ് ഓഫ് കിങ്സ്, അല്ലെങ്കിൽ ഈസ് എ കിങ് ഓഫ് ജ്യൂസ്, ഈസ് എ കിങ്, രാജാവ് എന്നല്ല എഴുതി വെക്കേണ്ടത്. ഞാൻ രാജാവാണ് എന്നിവൻ പറഞ്ഞുകൊണ്ട് നടന്നതാ. ഇപ്പൊ കണ്ടില്ലേ അവന്റെ അവസ്ഥ? എന്നാണ് എഴുതി വെക്കേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയില്ല സാറേ. എന്നാ പിന്നെ മായ്ക്ക്. അയ്യോ, അതെനിക്ക് ഇനി മായ്ക്കാനും പറ്റിയില്ല, ഞാൻ എഴുതിയതാന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയോ? നിന്നെ പരസ്യമായി കളിയാക്കിയവർ, നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞവർ, മറ്റാർക്കും മായ്ക്കാൻ കഴിയാത്ത നിലയിൽ നീ ആരാന്നുള്ള ബോർഡ് കാണണം. സാറേ, എന്നാ ഇത് എബ്രായ ഭാഷ മാത്രം എഴുതിയാ പോലായിരുന്നു. ഇത് യവന ഭാഷയിലും എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലൂടെ ഇത് എഴുതി വെക്കണമായിരുന്നു. അന്ന് ആ പട്ടണത്തിൽ ഈ 3 ഭാഷക്കാരെ ഉള്ളൂ. യവനക്കാരും എബ്രായക്കാരും റോമൻകാരും, ഇവരാണ് ആ പട്ടണം മുഴുവനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരുത്തരും തെറ്റരുത്, എല്ലാവരും അറിയണം. ഒരുത്തന് പോലും ഒഴിവില്ലാതെ ഞാൻ പ്രവചിക്കുന്നു, നിന്നെ എതിർത്ത ഒരുത്തന് പോലും ഒഴിവില്ലാതെ നീ ആരാന്ന് ദൈവം കാണിക്കും. I am releasing this. ഒരുത്തന് പോലും ഒഴിവില്ലാതെ എന്റെ ദൈവം നീ ആരാന്ന് കാണിക്കും. നിന്നെ ചവിട്ടിത്തേച്ച, എതിർത്ത, പുച്ഛിച്ച, പരസ്യമായി കളിയാക്കിയ, നിന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, ഒരു ഭാഷയിലല്ല, രണ്ട് ഭാഷയിലല്ല, വിവിധ ഭാഷക്കാരുടെ നടുവിൽ നിന്നെ പരസ്യമായി കളിയാക്കിയവരുടെ മുൻപിൽ ദൈവം നിന്നെ പരസ്യമായി മാനിക്കും.